ഹായ്, ജിമ്മുകളിൽ പലതരം വർക്കൗട്ടുകൾ നിങ്ങൾ കാണാറുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറെ വർക്കൗട്ട്, ലാറ്റ്സ് പുൾ ഡൗൺ, ചെസ്റ്റ് പ്രസ്, സ്ക്വാട്സ്, അങ്ങനെ ബേസിക് വർക്കൗട്ടുകൾ ചെയ്തു പോകുന്ന കുറെ ആൾക്കാർ, അതുപോലെ തന്നെ ഫാൻസി വർക്കൗട്ടുകൾ ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ട് പലതരം വർക്കൗട്ടുകൾ നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതാണോ അതോ സ്ഥിരമായി ഒരേ തരം വർക്കൗട്ട് ചെയ്യുന്നതാണോ നല്ലത്? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇൻസ്റ്റയിലാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഐ ആം രാജേഷ് കെ മോഹൻ. വെൽക്കം ടു മൈ ചാനൽ. ഇത്തരത്തിലുള്ള പലതരം ഫാൻസി വർക്കൗട്ടുകൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ഉണ്ടാകുന്ന ഒരു ബോറടി നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇപ്പൊ നിങ്ങളുടെ ഒരു ട്രെയിനർ ആണെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് സ്ഥിരം ഒരേ വർക്കൗട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഫീൽ മാറാനായിട്ട് പലതരം ഫാൻസി വർക്കൗട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്നതിലുപരി അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കൃത്യമായ രീതിയിൽ ബേസിക് വർക്കൗട്ട് ചെയ്തു പോകുമ്പോഴുള്ള ഗുണം നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ്സ്, നിങ്ങൾ എത്രത്തോളം വെയിറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് എത്രത്തോളം വെയിറ്റ് എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പലതരം വർക്കൗട്ട് എടുക്കുമ്പോൾ പലതും പല രീതിയിലാണ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ചെസ്റ്റ് പ്രസ് എന്നുള്ള ഒരു വർക്കൗട്ട് നിങ്ങൾ സ്ഥിരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് അയാൾ 10 രണ്ടും കൂടെ ലോഡ് ചെയ്ത് 20 എടുത്തത്. 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് 25 എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്ഥിരമായി ഒരേ തരം വർക്കൗട്ടുകൾ ചെയ്തു പോകുന്നത് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഇന്റൻസിറ്റി കൂട്ടാൻ പല രീതിയിൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നിങ്ങൾ സെറ്റുകൾ പല രീതിയിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് ഡ്രോപ്പ് സെറ്റ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് സൂപ്പർ സെറ്റുകൾ ആഡ് ചെയ്യാം, ക്ലസ്റ്റർ സെറ്റ് ആഡ് ചെയ്യാം, ഈവൻ ജെയിൻ സെറ്റ് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ആ വർക്കൗട്ട് പ്ലാൻ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തു പോകുന്നത് തന്നെയാണ് നമ്മുടെ മസിൽ ഗ്രോത്തിനായിരുന്നാലും നിങ്ങളുടെ എൻഡുറൻസിനായിരുന്നാലും ഹൈപ്പർട്രോഫിക്ക് ആയിരുന്നാലും ഏറ്റവും നല്ലത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ജിമ്മുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക സംശയങ്ങളും എന്റെ ചാനൽ വഴി ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇൻസ്റ്റയിലാണ് എന്റെ ഇത് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഐ ആം രാജേഷ് കെ മോഹൻ സൈനിങ് ഓഫ്.